ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് കെയർ വിസ, അതേപോലെ സീനിയർ കെയർ വിസ, സപ്പോർട്ട് വർക്കർ വിസ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ ഏജൻസിനൊക്കെ ക്യാഷ് കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. അതേപോലെ ഇപ്പോഴും അത്തരം ഏജൻസികൾ സജീവമാണ്. അപ്പോൾ അത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ ഈ പറയുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ UK ഗവൺമെൻറ്റിൻ്റെ April 9 തൊട്ടുള്ള പുതിയ വിസ നിയമപ്രകാരം UK നിലവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ജോലി കൊടുത്തതിന് ശേഷം മാത്രമേ പുറമേ നിന്ന് വിദേശത്ത് നിന്ന് ആൾക്കാർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു പോളിസി വന്നിട്ടുണ്ട്. UK സിറ്റിസൺസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, വിദേശത്ത് നിന്നും UK വന്ന് ജോലി തിരഞ്ഞ് ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രാധാന്യം കൊടുത്തതിന് ശേഷം മാത്രം, അതായത് ഡിപ്പെൻഡൻറ്റ് വിസയിൽ ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാം, സ്ഥാപനത്തിൻ്റെ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് PSW പീരീഡ് ജോലി ലഭിക്കാതെ നടക്കുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് UK തന്നെ വിദേശത്ത് നിന്ന് വന്നിട്ട് ഇന്ത്യയിൽ പോലെയുള്ള രാജ്യങ്ങളൊക്കെ വന്നിട്ട് ജോലി ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് പ്രാധാന്യം കൊടുത്തതിന് ശേഷം മാത്രമേ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്യാവുള്ളൂ. ഇതൊരു മാർക്കറ്റ് ചെക്ക് നടത്തണം എന്നാണ് ഗവൺമെൻറ് പുതിയ നിയമപ്രകാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കൊല്ലത്തിലോട്ട് ഇനി ഒരിക്കലും നാട്ടിൽ നിന്ന് വിദേശ റിക്രൂട്ട്മെൻറ്റ് ഈ സീനിയർ കെയർ വിസ, സപ്പോർട്ട് വർക്കർ വിസ എന്ന വിസകളിൽ ഒരിക്കലും നാട്ടിൽ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ്.